കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ സംബന്ധിക്കുന്ന അല്ലെങ്കിൽ മാർക്സിയൻ കാഴ്ചപ്പാടുള്ള പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടമുണ്ട്. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും കാലഘട്ടമുണ്ട്. കാലഘട്ടത്തിനപ്പുറം പ്രസ്ഥാനങ്ങൾക്ക് നിന്ന് പോവുക വളരെ പ്രയാസമാണ്. ബുദ്ധിസം ഒരു കാലഘട്ടത്തിൽ നന്നായിരുന്നു, പിന്നെ അത് ആരും എടുത്തുകൊണ്ട് പോയില്ല. ബുദ്ധൻ്റെ കാലം കഴിഞ്ഞു, അശോക ചക്രവർത്തിയുടെ കാലം കൂടെ കഴിയുമ്പോൾ പിന്നെ അത് കുറേ ബുദ്ധഭിക്ഷുക്കളൊക്കെ ആയിട്ട് ബുദ്ധൻ്റെ കാലവും കഴിഞ്ഞു. മാർക്സിസം ലെനിനിസം വന്നു, അത് ലോകത്തിലെല്ലാം ഒരുപാട് രാജ്യങ്ങൾ എടുത്ത രാജ്യങ്ങളെല്ലാം അത് ഉപേക്ഷിച്ചു. സോവിയറ്റ് റഷ്യ ഉപേക്ഷിച്ചു, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ. നെക്സലിസം വന്നു, അത് ഉപേക്ഷിച്ചു. മാവോയിസം വന്നു, അത് ആളുകൾ ഉപേക്ഷിച്ചു. അങ്ങനെ അതുപോലെ തന്നെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുണ്ടായി, അതെല്ലാം പിരിഞ്ഞു പോയി. അപ്പോൾ ഇന്ത്യയിൽ ഇനി സി പി എമ്മിൻ്റെ ഭാവി എന്താണ്? അതായത് സി പി ഐയിൽ നിന്ന്, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് 64-ൽ സി പി എം ഉണ്ടാകുമ്പോൾ ഇറങ്ങി വന്ന അവസാനത്തെ 3 പേരിലുള്ള ജീവിച്ചിരിക്കുന്നതിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കാലം കഴിഞ്ഞു. ഇനി എത്ര കാലം സി പി എമ്മിന് ഈ പാർട്ടിയുടെ പേരും ലേബലും കൊടിയുമായി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളത് വളരെ വലിയൊരു ചോദ്യമാണ്. കാരണം ബംഗാളിൽ 35 വർഷം ഭരിച്ചതിന് ശേഷം ബംഗാൾ ഇല്ലാതായി. അതുപോലെ ത്രിപുരയിൽ ഭരണമുണ്ടായിരുന്നു, ത്രിപുരയിൽ ഇല്ലാതായി. ആന്ധ്രയിലുണ്ടായിരുന്നു, ബീഹാറിലുണ്ടായിരുന്നു, പിന്നെ രാജസ്ഥാൻ, ഒരുപാട് സ്ഥലങ്ങളില്ല. ഇന്ത്യയിലെ നിരവധി സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നൊരു പാർട്ടി ഇല്ലാതായി. ഇന്ന് കേരളത്തിൻ്റെ ഒരു തീരപ്രദേശത്തുള്ള, ഇന്ത്യയുടെ ഒരു തീരപ്രദേശത്തുള്ള പശ്ചിമഘട്ടത്തിൻ്റെയും താഴെയുള്ള അറബിക്കടലിൻ്റെ തീരത്തുള്ള ഒരു കുഞ്ഞു പാർട്ടിയായി അത് മാറിയിട്ടുണ്ട്. ആ പാർട്ടിക്കാണെങ്കിൽ ഇന്നിപ്പോൾ ഇവിടെ പോളിറ്റ് ബ്യൂറോയും ഇവിടെ തന്നെ ഇപ്പോൾ കാര്യം പിന്നെ എന്താണ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നാണ്, ഏക മുഖ്യമന്ത്രിയും എല്ലാം കേരളത്തിലാണ്. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലഘട്ടം കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനം. കാരണം ഒരു കാലഘട്ടത്തിൽ കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുടെയും ഒക്കെ പട്ടികജാതി പട്ടികവർഗ്ഗക്കാരുടെ ദളിതന്മാരുടെയൊക്കെ ജീവിത നിലവാരം വളരെ മോശമായിരുന്നു, വളരെ വല്ലാത്തായിരുന്നു. ജോലിക്ക് കൂലി കിട്ടുന്നില്ല, തുല്യ ജോലിക്ക് തുല്യ വേതനം കിട്ടുന്നില്ല, സ്ത്രീകളുടെ പീഡനം വേറെയാണ്, പിന്നെ ജാതി, അയിത്തം, മതാചാരങ്ങൾ, ഇങ്ങനെ വളരെ വലിയൊരു സമൂഹമായിരുന്നു. ആ സമൂഹത്തിൽ തീർച്ചയായിട്ടും പുതിയ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്കും പുതിയ തത്വശാസ്ത്ര ചിന്തകൾക്കും എല്ലാം വലിയ റോളുണ്ടായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞു, ആ കാലം കഴിഞ്ഞു. വി എസിൻ്റെ പിന്നെ വിട പറയലോടുകൂടി അതങ്ങ് കഴിഞ്ഞു, തീർന്നു. ഇനി അങ്ങനെ ഒരു കാലമില്ല, ഇപ്പോൾ അതിൻ്റെ പ്രസക്തിയുമില്ല. അതുകൊണ്ട് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയായി വേണമെങ്കിൽ സി പി എമ്മിന് പരിവർത്തനം ചെയ്യപ്പെടാം. അല്ലാതെ വർഗ ബഹുജന സംഘടനകളുടെയും ബൂർഷ്വ എന്ന് പറഞ്ഞും സെമി ബൂർഷ്വ, ബെറ്റി ബൂർഷ്വ എന്നൊന്നും പറഞ്ഞു പോകുന്നതിലൊരു കാര്യമില്ല. അതിനകത്തുള്ള ചില സൂചനകളാണ് പിണറായി വിജയൻ തുടങ്ങി വെച്ചത്. കേരയിൽ പദ്ധതികളും വൻകിട പ്രോജക്റ്റുകളും മലയോര ഹൈവേകളെന്നൊക്കെ പറഞ്ഞ് വൻകിട പ്രോജക്റ്റുകളുടെ ജപ്പാനാക്കാന്നൊക്കെ പറയുന്നുണ്ട് കാഴ്ചപ്പാട്. ഇപ്പം ഗോവിന്ദ മാഷൊക്കെ പറയുന്നത് കേരളത്തെ ജപ്പാനാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ ജപ്പാൻ്റെ മോഡൽ അല്ലെങ്കിൽ സിംഗപ്പൂർ മോഡൽ വികസനം, ജപ്പാൻ മോഡൽ വികസനം എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ, കേരളത്തെ വേറൊരു തരത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ചർച്ചകളാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉപോത്ബലകമാണ് ഇവിടെ പിന്നെ എല്ലാ വീടുകൾ വലുത് വരുന്നതും, കാർ വാങ്ങുന്നതും, കമ്പ്യൂട്ടർ വാങ്ങുന്നതും, അത്തരത്തിലുള്ള വേറൊരു ലൈനിലുള്ള ഒരു വികസനമാണ് പിണറായി വിജയനും ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറയുന്നുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ മൊബൈൽ വാങ്ങുന്നില്ലേ, അങ്ങനെ വേറൊരു വികസനമാണ് പറയുന്നത്. അല്ലാതെ കർഷക തൊഴിലാളികളുടെ, പാവപ്പെട്ട ആളുകളുടെ വികസനമൊന്നും ഇവരുടെ അജണ്ടയിലില്ല. പ്രത്യേകിച്ച് കയറ്, കശുവണ്ടി, കൈത്തറി തുടങ്ങിയ പരമ്പരാഗത ജീവിത ശൈലി നയിക്കുന്നവർ, അതുപോലെ തന്നെ പട്ടിണി പാവങ്ങളായിട്ടുള്ളവരുടെയൊക്കെ കഥയല്ല പറയുന്നത്. മാക്സിമം വികസനം, മാക്സിമം തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. മാക്സിമം തൊഴിൽ കൊണ്ടുവരിക, വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കുക, മാക്സിമം വികസനം നടപ്പിലാക്കുക. അപ്പോൾ വേറൊരു കൺസെപ്റ്റിലേക്ക് പോയിട്ടുണ്ട്. അല്ലാതെ സോഷ്യലിസം എന്നോ അല്ലെങ്കിൽ പിന്നെ എന്താണ് ദരിദ്ര സമ്പന്ന അന്തരം കുറയ്ക്കണം, ആ കഥയൊക്കെ പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലം കഴിഞ്ഞു, ആശയപരമായി കഴിഞ്ഞു. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് ഓരോ വ്യക്തികൾ മരിക്കുമ്പോഴും പറയും. ഇപ്പം AKG മരിച്ചപ്പോഴും പറഞ്ഞു കമ്മ്യൂണിസത്തിൻ്റെ കാലം കഴിഞ്ഞു, EMS മരിച്ചപ്പോൾ, അത് പറയുന്ന വേറൊരു ആലങ്കാരികമായി പറയുന്നതാണ്. ആ നേതാവിനോടുള്ള ബഹുമാനം കൊണ്ട് ഉമ്മൻചാണ്ടിയുടെ കാലം കഴിഞ്ഞു, ആ കോൺഗ്രസിൻ്റെ കാലം കഴിഞ്ഞു, അങ്ങനെ പറയുന്നതാണ്. അതല്ല ഉദ്ദേശിക്കുന്നത്, ആ പറച്ചിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയതലത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി പ്രസക്തിയില്ല. അങ്ങനെ ഒരു പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനുമില്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുമില്ല, റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, അങ്ങനത്തെ പാർട്ടികൾക്കൊന്നും ഇനി പ്രസക്തിയില്ല. കാരണം അത് കഴിഞ്ഞു. ഇനി അതെല്ലാം ഡെവലപ്മെൻ്റൽ പാർട്ടികളായി മാറണം. വികസന ഡെമോക്രാറ്റിക്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളായി പേരിട്ടുകൊണ്ട് പുതിയ പാർട്ടികളായി മാറണം. അതിനകത്താകുമ്പോൾ വിശ്വാസത്തിന് സാധ്യതയുണ്ട്, മതസംഘടനകൾക്ക് സാധ്യതയുണ്ട്, വ്യവസായത്തിന് സാധ്യതയുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട്. ആ ഒരുപാട് കാര്യങ്ങൾക്ക് സാധ്യതയുള്ള പുതിയ പാർട്ടിയായി പരിവർത്തനപ്പെടുക എന്നുള്ളതാണ്. ആൾറെഡി പ്രവർത്തന ശൈലി കൊണ്ട് പരിവർത്തനപ്പെട്ട് കഴിഞ്ഞു. CPM ഒക്കെ എന്നേ പരിവർത്തനപ്പെട്ട് കഴിഞ്ഞു. പിന്നെ 2004 മുതൽ ഇത് പരുവപ്പെട്ട് കഴിഞ്ഞു. ഒരു 10-25 വർഷം കൊണ്ട് CPM ഒക്കെ നന്നായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് പുതിയ പാർട്ടിയാണ്, കോർപ്പറേറ്റ് പാർട്ടി പോലെ ആയിക്കഴിഞ്ഞു. പക്ഷേ ഇനി അത് പേരിലും അതിൻ്റെ കൊടിയിലും അതിൻ്റെ ചിഹ്നത്തിലും അടയാളത്തിലുമൊക്കെ മാറേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഒരു സോഷ്യൽ ഡെമോക്രാറ്റ്, പ്രത്യേകിച്ച് 4ാം ലോകം, MB പരമേശ്വരൻ്റെ 4ാം ലോകം വന്ന സമയത്ത് ഇതുപോലെ വലിയ ചർച്ച നടന്നു. അങ്ങനെയാണ് തോമസ് ഐസക്കൊക്കെ അതിൻ്റെ കൂടെ പോയി ചേർന്നു. പിന്നെ തോമസ് ഐസക്കിനെ പാർട്ടി കണ്ണുരുട്ടിയപ്പോൾ തിരിച്ചു വന്നു കളഞ്ഞു. അങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. അപ്പോൾ അതുകൊണ്ട് അതുപോലെ CP നാരായണൻ ഒത്തിരി പേര് അതിനകത്ത് ചെന്നുപെട്ടതാണ്. പക്ഷേ അവരെല്ലാം ഊരി തിരിച്ചു വന്നു.
നാലാം ലോക സിദ്ധാന്തം പൊളിയുകയും ചെയ്തു. പക്ഷേ അതിലൊക്കെ എം പി പരമേശ്വരൻ പറയാൻ ശ്രമിക്കുന്ന ഇതാണ്, പറയാതെ പറയുന്ന ഇതാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനി പ്രസക്തിയില്ല, മാർക്സിയൻ ചിന്താഗതിക്ക് ഇനി പ്രസക്തിയില്ല. ഇനി പ്രസക്തിയുള്ളത് സോഷ്യൽ ഡെമോക്രാറ്റുകൾക്കാണ്. ഡെമോക്രസിയെക്കുറിച്ചും സോഷ്യലിസത്തെക്കുറിച്ചുമുള്ള പുതിയ അധികാര വികേന്ദ്രീകരണം, വികേന്ദ്രീകൃത ആസൂത്രണം, ജനങ്ങൾക്ക് കൂടുതൽ അധികാരം കൊടുക്കൽ, ഇത്തരം കാര്യങ്ങളാണ്. അല്ലാതെ ടോട്ടാലിറ്റേറിയൻ അല്ലെ ഏകാധിപത്യ പ്രവണതകൾക്കൊന്നും ഇനി ഒരു പ്രസക്തിയുമില്ല. കേന്ദ്രീകൃത പോളിറ്റ് ബ്യൂറോ, കേന്ദ്രീകൃത സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, ഇതിനൊന്നും ഒരു പ്രസക്തിയില്ല. എല്ലാം വികേന്ദ്രീകൃതമായിട്ടുള്ള ജനാധിപത്യ സംവിധാനങ്ങളിലേക്ക് പോകണം എന്നുള്ളതാണ് പുതിയ ആശയപരമായ കാഴ്ചപ്പാട്. ആ നിലയിൽ CPM പൊളിച്ചെഴുതാനുള്ള എല്ലാ ആൾറെഡി പൊളിച്ചെഴുതി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് പൂർണ്ണതയിലെത്താനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാരണം ഇനി ആശയപരമായി അതിനകത്തൊരു ചോദ്യം ചെയ്യാനുള്ളൊരു ശബ്ദമില്ല. VS കൂടെ പോയപ്പോൾ തീർച്ചയായും അത് ഏകശിലാരൂപത്തിൽ തീർത്തിട്ടുള്ള, ഏകശബ്ദത്തിൽ തീർത്തിട്ടുള്ള ഒരു പാർട്ടിയായി മാറിയിട്ടുണ്ട്. ഇനി അത് തീർച്ചയായിട്ടും ഒരു കോർപ്പറേറ്റ് ലെവലിലുള്ള വികസനവും മറ്റ് സംസ്ഥാനങ്ങളിലോ രാജ്യത്തൊക്കെ നടക്കുന്ന പോലുള്ള എല്ലാ കോർപ്പറേറ്റുകളെയും അംഗീകരിക്കുന്ന, പച്ചപ്പരവതാനിയൊക്കെ വിരിക്കുന്ന, അത് തെറ്റെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ അതാണ് കാഴ്ചപ്പാടായി മാറാൻ പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് പുതിയ വികസന കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. എന്തായാലും CPMനെ സംബന്ധിച്ച് അതിൻ്റെ യുഗം കഴിഞ്ഞു. ആശയപരമാണ്, അല്ലാതെ വ്യക്തികളുടെ ആളുകളുടെ ഒന്നുമല്ല, ആശയപരമായ എൻ്റെ യുഗം കഴിഞ്ഞു. കമ്മ്യൂണിസത്തിൻ്റെ ഇനി ഒരു പ്രസക്തമില്ല. കേരളത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടു, രാജ്യത്തും പ്രസക്തിയില്ല. ഇനി വികസിത ഭാരതത്തെയും വികസിത കേരളത്തെയും വികസനത്തെക്കുറിച്ചാണ് എല്ലാവരും ചിന്തിക്കേണ്ടതും. അതിലൂടെ പരമാവധി നേട്ടം എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നത് എങ്ങനെയുള്ളതാണ് ചിന്ത. മറ്റൊരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിനും ഇനി പറഞ്ഞുകൊണ്ട് നടക്കാൻ കൊള്ളാം, അല്ലെങ്കിൽ ജാഥ നടത്താനും തെരുവ് നാടകം നടത്താനും ബഹളം ഉണ്ടാക്കാനും ലേഖനം എഴുതാനും സെമിനാർ നടത്താനും കൊള്ളാം. അതിനപ്പുറം ഈ പറയുന്ന കമ്മ്യൂണിസത്തിനോ മാർക്സിസത്തിനോ ഒരു പ്രസക്തിയും ഈ മണ്ണിൽ കാണുന്നില്ല.